ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ചൈനീസ് ക്രോട്ടിനെ പറ്റിയിട്ടാണ്. ഇലയുടെ പ്രത്യേകത കൊണ്ട് തന്നെ ഈ ചെടി ഒട്ടുമിക്ക ആൾക്കാരുടെയും ശ്രദ്ധയിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളൊരു ചെടിയായിരിക്കും. ഉത്തരേന്ത്യയിലും മറ്റും ഈ ചെടീനെ ലൈല മജ്നു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് കാണാൻ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. നമുക്ക് ഏത് കാലാവസ്ഥയിലും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് ചൈനീസ് ക്രോട്ടൻ്റെ ഈ ചെടി. ഈ ചെടി നമുക്കൊരു ബുഷി ആയിട്ടുള്ളൊരു ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ചെടിയുടെ ഇലയുടെ പ്രത്യേകതയാണ് നമ്മളുടെ എപ്പോഴും നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ ചെടിയെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഇലയുടെ അടിഭാഗത്ത് അതിനൊരു റെഡ് കളറും അതിൻ്റെ ഇലയുടെ മുകൾ ഭാഗത്ത് ഒരു വൈറ്റും ഗ്രീനും ഷെയ്ഡാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെടി വളരെ ഭംഗിയുള്ള, നമ്മുടെ കണ്ണുകൾക്ക് നല്ലൊരു കാഴ്ചാനുഭവം സമ്മാനിക്കുന്ന ഒരു ചെടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ ചെടി ഏത് കാലാവസ്ഥയിലും നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിന് കാര്യമായിട്ടുള്ളൊരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്കൊരു ബുഷി ആയിട്ടുള്ളൊരു ചെടിയായിട്ട് വളർത്തിയെടുക്കാം. അതുപോലെ ഈ ചെടി നമുക്കൊരു ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ കീഴ്പോട്ട് എപ്പോഴും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു വളർച്ച ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഹാങ്ങിങ് ആക്കിയാലും. അതുപോലെ വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിലും അവിടെയും വളർത്താൻ പറ്റിയൊരു ചെടിയാണ് ഈ ചൈനീസ് ക്രോട്ടൻ്റെ ഈ ചെടി. ഈ ചെടി നമുക്ക് മണ്ണിലോ ചട്ടിയിലോ വേണമെങ്കിൽ നടാം. പക്ഷേ ചട്ടിയിൽ നടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മളിത് മണ്ണിൽ നടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ബ്രാഞ്ചസ് എപ്പോഴും ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ തൂങ്ങി വരുന്ന രീതിയിലാണ് അതിൻ്റെ വളർച്ച ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നിലത്തൊക്കെ നടുകയാണെങ്കിൽ അത് മണ്ണിലേക്കൊക്കെ മുട്ടിയിട്ട് അതിൻ്റെ ഇലയൊക്കെ കേടാവുന്നതും അതിൻ്റെ ഭംഗി യഥാവണ്ണം നമുക്ക് മനസ്സിലാവാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അത് വലിയ മരമൊക്കെ ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. നേരെ മറിച്ച് നമ്മൾ ചട്ടിയിലാണ് നടുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ വളർച്ച കൃത്യമായിട്ട് ക്രമീകരിക്കാനും അത് ഒരു ബുഷിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പം ചട്ടിയിലാണ്. ഈ ചെടി നമ്മളുടെ ഒട്ടുമിക്ക നഴ്സറികളിലും ഇന്ന് അവൈലബിൾ ആണ്. ചെടിയുടെ വലിപ്പം അനുസരിച്ച് 50 രൂപ മുതൽ ഏകദേശം 200-250 രൂപ വരെയുള്ള ചെടികൾ അവൈലബിൾ ആണ്. ഡയറക്റ്റ് സൺലൈറ്റിലും ഷെയ്ഡിലും ഒരേപോലെ വളരാൻ പറ്റുന്ന ചെടിയാണ് ചൈനീസ് ക്രോട്ടൻ്റേത്. നമ്മൾ വെയിലത്തൊക്കെയാണ് ഈ ചെടി വെക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള നന നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ നനയ്ക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളത്, ഇതിൻ്റെ കടയ്ക്ക് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ വേരുകൾ ചീഞ്ഞിട്ട് ചെടി തന്നെ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഈ ചെടി ഒരുപാട് വെയിലത്തോ ഒരുപാട് തണലത്തോ വെക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയുള്ളൊരു സ്ഥലം നോക്കിയിട്ട്, അതായത് ധാരാളം വെയിലോ ധാരാളം തണലോ ഉള്ളൊരു സ്ഥലമല്ലാതെ ഉള്ളൊരു സ്ഥലം നോക്കി ഈ ചെടി എപ്പോഴും വെക്കുന്നതാണ് കുറച്ച് നല്ലത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടിയുടെ ഭംഗി അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ വേണം. നല്ല വെയിലത്ത് വെക്കുമ്പോഴാണ് ആ ചെടിയുടെ ആ ഒരു ഗ്ലേസിങ് കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്. നമ്മൾ ഈ ചെടി ഇടയ്ക്കൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് പുതിയ ബ്രാഞ്ചസ് നന്നായി വരുള്ളൂ. അപ്പോഴാണ് 4 ഭാഗത്തേക്ക് ഈ ചെടി നല്ല രീതിയിൽ പടർന്ന് പന്തലിക്കുകയുള്ളൂ. പിന്നെ നമ്മളിത് നനയ്ക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഇലയിൽ കൂടി നമ്മൾ നനയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്ലേസിങ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇല എപ്പോഴും നമ്മൾ അതിലൊരു വെള്ളം ഇങ്ങനെ വരണം. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യമായിട്ടുള്ള പരിചരണം ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ചൈനീസ് ക്രോട്ടൻ്റെ ചെടി എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും നമുക്ക് ഇത് ഒരു ചട്ടിയിലൊക്കെ വളർത്തുന്ന ചെടിയാണ്. അപ്പോൾ നമുക്കതിന് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ജൈവവളം നമുക്കതിന് കൊടുക്കാവുന്നതാണ്. അതായത് ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഇടയ്ക്ക് ഒരു 2 മാസമോ 1 മാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് അതിൻ്റെ കടയ്ക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ അത് നല്ല രീതിയിൽ ചെടി വളരുന്നതാണ്. കാര്യമായിട്ടുള്ള കീടബാധ വരാൻ സാധ്യതയില്ലാത്തൊരു ചെടിയാണ് ചൈനീസ് ക്രോട്ടൻ്റെ ചെടി. എങ്കിലും അതിൻ്റെ തണ്ടിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ചീയൽ രോഗം വരാറുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഇടയ്ക്കൊന്ന് ചെടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്കതിന് ചെയ്യാനുള്ളത്. ചൈനീസ് ക്രോട്ടൻ്റെ ഈ ചെടി ഒരു ലീഫി പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് വളർത്തുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ പക്ഷേ ഇതിൽ ചെറിയ ഒരു പൂക്കൾ ഇങ്ങനെ ഉണ്ടാകും. അത് വളരെ കൊച്ചു പൂവാണ്. പൂവ് നമ്മളുടെ അങ്ങനെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് വരില്ല. ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ചെറിയ ബ്രാഞ്ചസ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു പോളിത്തീൻ കവറിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ട് അതിൽ ഈ ചെടിയുടെ ഈ ബ്രാഞ്ചസ് നട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് പുതിയ തൈകളാക്കി മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. അത് നമ്മളൊന്ന് മോണിറ്റർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ചെടികൾ പുതിയതായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. മറ്റേതൊരു ചെടിയുടെ ക്രോട്ടൻ്റെ ഒക്കെ ചെടികൾ നമ്മൾ പുതുതായിട്ട് ഇങ്ങനെ കമ്പ് കുത്തുമ്പോൾ ഉണ്ടാവുന്നത് പോലെ തന്നെ ഈ ചൈനീസ് ക്രോട്ടൻ്റെ ഈ ചെടിയും
പിടിക്കും. അപ്പോൾ കാര്യമായിട്ടുള്ളൊരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്ന ഒരു ചെടിയാണ് ചൈനീസ് ക്രോട്ടൻ്റെ ഈ ചെടി. നമ്മളതൊരു അതിരിലൊക്കെ നമ്മളിങ്ങനെ ഒരു ബോർഡറിലൊക്കെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നടുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ചെടി. അപ്പോൾ നമ്മളുടെയൊക്കെ ഗാർഡൻ അലങ്കരിക്കാനായിട്ട് പൂന്തോട്ടത്തിന് അഴകായിട്ട് ചൈനീസ് ക്രോട്ടൻ്റെ ഈ ചെടി ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചെടി കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽ ഈ ചെടി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചെടി വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.